പ്ലാന്റുമായി എത്തിയിരിക്കുകയാണ്. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഇഞ്ചക്കാടുള്ള അൽഗോണിമ ഹോം ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു ഗാർഡനിലാണ്. വെബ്സൈറ്റിൽ അറിയാം. എല്ലാ പ്ലാന്റുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇൻഡോർ, ഔട്ട്ഡോർ, വാട്ടർ പ്ലാന്റുകൾ, താമര ഉണ്ട്. പല ആൾക്കാരും റിപ്പീറ്റ് കസ്റ്റമറാണ് കൂടുതലും വരുന്നത്. നമ്മൾ കൊടുക്കുന്ന പ്ലാന്റുകളും നല്ല പ്ലാന്റുകളാണ് കൊടുക്കുന്നത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കൊടുക്കുന്നത്. അതുപോലെ റേറ്റും നമ്മൾ കൂടുതൽ പ്രോഫിറ്റൊന്നും എടുക്കാതെ ചിലവുകളും മറ്റുള്ള കാര്യങ്ങളും അടങ്ങി കിട്ടുന്ന രീതി കൂടെ ചെറിയ പ്രോഫിറ്റിലാണ് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ഇവിടെ ഇപ്പം എല്ലാ മാസവും നമ്മളൊരു ലക്കി ഡ്രൈ ചെയ്യുന്നുണ്ട്. അതിനകത്ത് എല്ലാ മാസവും ഓരോരുത്തർക്കൊരു പ്ലാന്റ് അല്ലെങ്കിൽ ഫോട്ടോ നല്ല നല്ല പ്ലാന്റുകളാണ് കൊടുക്കുന്നത്. എല്ലാ മാസവും 5-ാം തീയതി കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാം ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിനകത്തെല്ലാം വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അത് കാണാൻ സുതാര്യമായിട്ടാണ് ചെയ്യുന്നത്. ചെടികൾ മെയിൻലി ഇൻഡോർ പ്ലാന്റുകൾ വരുമ്പോൾ അഗ്ലോണിമ വെറൈറ്റീസാണ് കൂടുതൽ. ഇതുപോലുള്ള അഗ്ലോണിമ വെറൈറ്റീസ് പല തരത്തിലുള്ളതുണ്ട്. അഗ്ലോണിമ ഒരുപാട് വെറൈറ്റീസ്, 50ഓളം വെറൈറ്റീസ്. അത് കഴിഞ്ഞിട്ട് കലാത്തിയ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഇത് ആന്തൂരിയാണ്, ഉക്കേരി എന്ന് പറയുന്നത്. ഇതേപോലെ ഇതെല്ലാം പ്ലാന്റുകളാണ്. ഇതും ഒരു വെറൈറ്റിയാണ്. ഇതൊക്കെ നല്ല പ്ലാന്റുകളാണ്. നേരത്തെയൊക്കെ നല്ല വിലയുള്ള വെറൈറ്റീസാണ്. ഇത് അഗ്ലോണിമ റയൻ ഗോൾഡ് എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ പിന്നെ കിലോട്ടോൺ വെറൈറ്റി, നല്ല വലിയ പ്ലാന്റുകളാണ്. വലിയ പ്ലാന്റുകളാണ്. അതുപോലെ തന്നെ അത് ചൈനാഡോള്, നമ്മുടെ ഓക്സിജൻ പ്ലാന്റ് എന്ന് പറയുന്നത് ചൈനാഡോള്. അത് ഇത് വന്നിട്ട് യൂജീനൊക്കെ ഔട്ട്സൈഡിൽ വെക്കാനാണ്. യൂജീനൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ കാണാൻ നല്ല വൃത്തിയാണ്, നല്ലതാണ്. പിന്നെ ആർക്കേരിയ, ടെർമിനേരിയ, അറീക്ക പാമ്പുണ്ട്, ഗ്രീൻ പാമ്പുണ്ട്, ഇൻഡോർ പാമ്പ് വെക്കുന്ന പാമ്പുകളുണ്ട്, ചെറിയ പാമ്പുകളുണ്ട്. അങ്ങനെ പല ഇതുണ്ട്. പിന്നെ ക്രോട്ടൺ പ്ലാന്റുകൾ, അതുപോലെ അലേക്കേഷ്യ പ്ലാന്റുകൾ, ഹെലിക്കോണിയ പ്ലാന്റുകൾ. ഇതൊക്കെ മൊസാണ്ടാണ്. അതുകൊണ്ട് ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് പല രീതിയിലുള്ള തൈകളുണ്ട്. ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ളത്. ഗോൾഡൻ മെലിയോണി, ഗ്രീൻ മെലിയോണി എന്നൊക്കെ പറഞ്ഞ പ്ലാന്റുകളാണ് വരുന്നുണ്ട്. ഒന്ന് ഗ്രീനാണ്, പിന്നെ ഒന്ന് ബ്ലാക്ക്, പിന്നെ ഒന്ന് ഡാർക്ക് വെറൈറ്റീസ് ഉണ്ട്. ഈ 3 വെറൈറ്റി ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നിജമായിട്ടുള്ള പ്രൈസ് റേറ്റൊക്കെ ഇതൊക്കെ വരുമ്പോഴത്തേന് 800 രൂപ, 1000 രൂപയൊക്കെ വെറൈറ്റി വരും. ഇതൊക്കെ അതിൽ കൂടുതൽ കോസ്റ്റുള്ളതാണ്. ഈ ഫുൾ സ്പോട്ട് എന്ന് പറയുന്നത് 1500 ഒക്കെ വിലയുള്ളതാണ്. നമ്മളത് 800, 900 ആ ഒരു റേഞ്ച് മാത്രമാണ് കൊടുക്കുന്നത്. ഒരു ഫുൾ പോട്ട് ഗ്രീൻ വെറൈറ്റിയാണ്. ഇത് വരുമ്പോൾ ഗ്രീനാണ്, ഇത് ബ്ലാക്ക്, പിന്നെ ഒരു ഡാർക്ക് വെറൈറ്റി. പിന്നെ ഡാർക്ക് ഗ്രീനേറ്റർ ടൈപ്പിന് അതൊക്കെ അങ്ങനെയുള്ളതുണ്ട്. പിന്നെ അകത്തോട്ട് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ഇത് ടെർമിനേരിയ എന്ന് പറഞ്ഞു നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുമ്പോഴൊക്കെ വെക്കാനായിട്ട് നല്ല പ്ലാന്റാണ്. ഇതിൻ്റെ വൈറ്റ് വേരിയേറ്റർ അതിന് പോസ്റ്റ് കൂടുതലാണ്. ഇതിനത്ര പോസ്റ്റ് ഇത് നല്ല നമ്മൾക്ക് ലാൻഡ്സ്കേപ്പിംഗ് വെക്കാൻ ഒരു ഫ്ലവർ വരുന്നുണ്ട്. ഡോറാപ്പട്ടിലുണ്ട്, നമ്മുടെ വയനാട് ഫ്ലവർ നിൽക്കുന്നുണ്ട്. അതേപോലുള്ള ഫ്ലവർ വരുന്നുണ്ട്. അതിൻ്റെ ഇലയുടെ ഇതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ വേരിയേറ്റഡ് ഡീറ്റെയിൽസാണ്. ഇത് കലാത്തിയ റാറ്റിൽ സ്നേക്ക് എന്ന് പറയും. കലാത്തിയുടെ വെറൈറ്റിയാണ്, നല്ല ബ്രാൻഡ്. ഇത് 300 രൂപയാണ്. ഇത് പോട്ടിനകത്താക്കി പോട്ടിംഗ് മിക്സാണ്. അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ റീപോട്ടിങ് ചെയ്ത് പിന്നെ അതുള്ള നല്ലൊരു പോട്ടിനകത്താക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും റീപോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് ഇത് പീക്കോക്ക് എന്ന് പറയും. പീക്കോക്കിൻ്റെ ഒട്ടും ഇതും കലാത്തിയാണ്. ഇതെല്ലാം കലാത്തിയാണ്. ഇത് നമ്മുടെ കലാത്തിയ ഡോട്ടി എന്ന് പറയുന്നത്. കലാത്തിയ ഡോട്ടി ഇതിൻ്റെ ലീവ്സ് ഇതാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാം കലാത്തികളാണ്. ഒരുപാട് കലാത്തിയ വെറൈറ്റീസ് ഉണ്ട്. റോസി എന്ന് പറഞ്ഞ കലാത്തിയ ഉണ്ട്. ഓരോരോ വെറൈറ്റീസ് നല്ല പ്ലാന്റുകളാണ്. ഇതൊക്കെ 400 രൂപ വെറൈറ്റീസാണ്. ഇതൊക്കെ 2, 3, 4 ഷൂട്ടാണ് ഇതിനകത്ത് ഓരോന്നിനുള്ളത്. ഇതെല്ലാം ഫിലോഡൻഡ്ര വെറൈറ്റീസാണ്. ഇത് ഗോൾഡൻ മെലിയോണി എന്ന് പറയാം. ഇത് കാക്കിൻസ് ഗോൾഡാണ് ഇത് പറയുന്നത്. ഇതൊക്കെ നല്ല പ്ലാന്റുകളാണ്, ഇൻഡോർ പ്ലാന്റുകളാണ്. ഇതൊക്കെ ഇതിനകത്ത് വലിയ പ്ലാന്റുകളാണ്. ഓരോ പ്ലാന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്ലാന്റുകൾ. ഇതൊക്കെ ഞങ്ങൾക്ക് വെക്കാനുള്ള നല്ല പ്ലാന്റുകളാണ്.
ഇത് മൊത്തം ചൈനാഡോളാണ്. ഇതാണ് ഓക്സിജൻ പ്ലാന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇൻഡോറായിട്ട് യൂസ് ചെയ്യേണ്ട പ്ലാന്റ് കുറച്ച് വാം ലൈറ്റൊക്കെ കിട്ടുന്ന സ്ഥലത്ത് തുറന്നു പോക്കാം. അതൊക്കെ വലിയ പ്ലാന്റുകളാണ്. ഇതാണ്ടല്ലേ ഇതെല്ലാം വേരികേറ്റതാണ്. എന്നുള്ള രീതിയിലാണ് ഇത് നമ്മുടെ എലിക്കൊണ്ടയുടെ ഒരു വെറൈറ്റി. ഇതിൻ്റെ ലീവ്സൊക്കെ ഉണ്ട്, നല്ല ലീവ്സാണ്. ഇതൊക്കെ നമുക്ക് നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കുന്ന പ്ലാന്റുകളാണ്. പിന്നെ നല്ല രാഷ്ട്രീയത്തിലുള്ള ഇതെല്ലാം ഗ്രീൻ വെറൈറ്റീസിൻ്റെ അഗ്ലോണിമസ് ഗ്രീൻ വെറൈറ്റീസാണ്. ഇതിനകത്ത് ബ്രില്യൻ്റ് ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, പിന്നെ ഐസ് ഉണ്ട്, പിന്നെ പല പേരുകളാണ് എല്ലാം അറിയുന്നത്. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് മോൺസ്റ്ററുടെ ഇത് ബ്ലാക്ക് കാർഡിനൽ, അത് നമ്മൾ അഗ്ലോണിമ വെറൈറ്റി. ഇതെല്ലാം അഗ്ലോണിമ വെറൈറ്റികളാണ്. സ്നോ വൈറ്റ് എന്ന് പറയുന്ന കാറ്റഗറി. ഇതെല്ലാം ഓരോരോ പിന്നെ ഫിലോഡൻഡ്രത്തെ വെട്ടി. ഇത് ഫിലോഡൻഡ്രൻ ഗോൾഡൻ സ്വാ എന്നൊക്കെ പറഞ്ഞു. ഇത് അലോക്കേറ്റ് വെറൈറ്റീസ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ സ്നേക്ക് പ്ലാന്റൊക്കെ എല്ലാം അപ്പുറത്ത് എടുക്കുന്നു. കൂടുതലും വെറൈറ്റീസ് ഇതൊക്കെ എലിഫന്റ് ഇയർ എന്ന് പറയുന്നത്. ഇത് ബ്ലാക്ക് കാർഡിനൽ നല്ല പ്ലാന്റാണ്. ഇതാണ് എലിഫന്റ് ഇയർ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇതിൻ്റെ വലിയ പ്ലാന്റ് അവിടെ ഇരിക്കുന്നുണ്ട്, നമുക്ക് കാണാം. ഇതുപോലെ ലീവ്സ് അത്രയും വലുതാവണോ അത്രയും ഇതിൻ്റെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ പിന്നെ കോസ്റ്റ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ നല്ല പിന്നെ അട്രാക്റ്റീവ് ആയിരിക്കും, കൂടുതലും അട്രാക്റ്റീവ് ആയിരിക്കും. വലിയ പ്ലാന്റുകൾ ഒരുപാട് നല്ല പ്ലാന്റുകളുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് കിടക്കുന്ന വലിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ അഗ്ലോണിമ വെറൈറ്റീസാണ്. നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനൊക്കെ. നല്ല നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. ടിങ്കിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതൊക്കെ എന്ന് വെച്ചാൽ സപ്ലർ ഡബിൾ ട്രിപ്പിൾ കളറാണ്. ഉണ്ട് ട്രൈ കളറിനും പറയും, സപ്ലറ എന്ന് പറയും. പിന്നെ അതൊക്കെ സ്പൈഡർ പ്ലാന്റ് പോലെയാണ്. അതൊക്കെ ബോർഡറിലൊക്കെ വെക്കാൻ കൊള്ളാവുന്ന പ്ലാന്റുകളാണ്. അതിൻ്റെ തൈകളൊക്കെ ഇതും ഇൻഡോറൊക്കെ വെക്കാൻ നോക്കി. ഇതൊക്കെ സ്നേക്ക് പ്ലാന്റുകളാണ്. സ്നേക്ക് പ്ലാന്റ് വെറൈറ്റി നല്ലതാണ് കാണിക്കാം. സ്നേക്ക് പ്ലാന്റ് വെറൈറ്റി ഇതൊക്കെ നമ്മുടെ കോമൺ വെറൈറ്റീസാണ്. ഇത് ഫ്ലവർ വരുന്നതാണ് നിക്കോഡിയ പ്ലാന്റ് എന്ന് പറയുന്നത്. അതെ, നമ്മുടെ പിങ്ക്. ഇതൊക്കെ 600 രൂപ ആ റേറ്റ്. ചട്ടിക്കകത്ത് വലിയ ചട്ടിക്കകത്ത് 10 ഇഞ്ച് ചട്ടിയാണ്. ഇതൊക്കെ പീജി ചേർത്താൻ വലിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ നേരത്തെ നല്ല വിലയുള്ളായിരുന്ന പ്ലാന്റുകളാണ്. 1000-ന് മുകളിലൊക്കെ വിലയുള്ളായിരുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ അത് നമ്മളൊക്കെ മൊത്തത്തിൽ എടുക്കുമ്പോൾ കുറച്ച് കിട്ടും. അതനുസരിച്ച് നമ്മൾ പബ്ലിക്കിന് അതുപോലെ കുറച്ച് കൊടുക്കും. നമുക്ക് കൂടുതലും വരുന്ന റിപ്പീറ്റ് കസ്റ്റമേഴ്സാണ്. ഇപ്പം ഈ കട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ഇത് ബോഗൻവില്ല. പിന്നെ നല്ല ഫ്ലവർ വരുന്ന വലിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ പൂ വരുന്നുണ്ട്. റെഡ്, യെല്ലോ, വൈറ്റ് ഇതെല്ലാം പൂ വന്നിട്ട് ഇന്നലെ ഒരാൾ വന്നിട്ടുണ്ട്. ചില്ലി ഓറഞ്ച് ബ്ലാക്ക് കാർഡിനലിൻ്റെ ഒരു ചെറിയ പ്ലാന്റ്. ബ്ലാക്ക് കാർഡിനൽ എടുക്കാൻ റേറ്റാണ്. ഇത് വൈറ്റ് അഞ്ചുമ എന്ന് പറഞ്ഞ റേറ്റാണ്. വൈറ്റ് അഞ്ചുമ ഇത് ബുഷി പോട്ടാക്കി വെച്ചിരിക്കുക. അതായത് നല്ല അകത്തൊക്കെ വെക്കാനായിട്ട് അതുകൊണ്ട് ഇത് ഒരു ഗ്രീൻ കളറാണ്. കണ്ണം നമ്മൾ കുറഞ്ഞോണം ഉള്ള ഇതൊക്കെ ഈ പോട്ടുകളാണ്. ഇതൊക്കെ വെറൈറ്റി ഉള്ള പോട്ടുകളാണ്. ഇതെല്ലാം 10, 20, 30, 40 എല്ലാ വെറൈറ്റീസിലുള്ള പോട്ടുകൾ അവൈലബിൾ. അതുപോലെ 70 അതിൻ്റെ വലുതാണ് ഈ ഇരിക്കുന്നത്. പിന്നെ ഇതൊക്കെ നമ്മുടെ താമര, ആമ്പലൊക്കെ വെക്കാനുള്ള ചരുവൻ ടൈപ്പിലുള്ളതാണ്. ഇതൊക്കെ 100, 110, 120 ആ ഒരു റേറ്റൊക്കെ വരും. ഇതാ ഇത് ചെറിയ ചെറിയ പട്ടുകളുണ്ട്. പ്ലാന്റ് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉള്ള സ്റ്റിക്കുകളാണ്. ഏതെങ്കിലും പടർന്നു പോകുന്നതൊക്കെ നമ്മൾ ചെറുതായിട്ട് വെക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം. പേളോ മെലോ എന്ന് പറയും. ഇത് ചെറിയ പ്ലാന്റാണ്, ഇച്ചിരി കോസ്റ്റ്ലിയാണ് കേട്ടോ. ഇത് പുതിയ വെറൈറ്റിയാണ്, ഇപ്പോൾ വന്ന ഒരു വെറൈറ്റി. പേളോ മെലോ എന്ന് പറയും. യൂണിഫോം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വന്നിട്ട് ഇതെല്ലാം പ്ലാന്റാണ്. ചകിരിച്ചോറിന് 6 ചെയ്തിട്ടാണ്.
പ്ലാന്റ് എടുക്കാൻ വരുന്നവർക്ക് മനസ്സുകൊണ്ടും കണ്ണിലും തൃപ്തിയാവണം. അതാണ് നമ്മുടെ മോട്ടോ. മെല്ലീൻ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റാണ്. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റുകളാണ്. അപ്പുറത്തോട്ടാണെങ്കിൽ ഇത് വിത്ത് ഇന്നർ ഉള്ള ഇൻഡോർ പോട്ടുകളാണ്. വിത്ത് ഇന്നറിനകത്താണ് പ്ലാന്റ് ചെയ്തിട്ട് എന്തെങ്കിലും സ്വല്പം വെള്ളം നമുക്ക് ഇത് എവാപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് ലിമിറ്റഡ് വാട്ടറിങ് ചെയ്താൽ മതി. ഇൻഡോർ പ്ലാന്റ് ഇപ്പോൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേക ഒരു ഇതാണ്. അതേപോലെ ഇത് കണ്ടോ ഈ പൊട്ടൊക്കെ നല്ല കട്ടിയാണ്, നല്ല കട്ടിയുള്ള പൊട്ട. ഇതൊക്കെ കണ്ടോ ഇതിൻ്റെ തന്നെ പല കളറുണ്ട്. വൈറ്റ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ഗ്രേ ഉണ്ട്, പല കളർ നമുക്ക്. ബാസ്ക്കറ്റ് എല്ലാം 100 രൂപ, 6 രൂപ റേഞ്ചാണ്. 100 രൂപ, 120 രൂപ, 6 രൂപ. അത് വരുമ്പോഴത്തേന് 700-800 രൂപയൊക്കെ വരും പോട്ട് വരുമ്പോൾ. ഇതാണ്ട് ഇത് ഒരു പ്ലാന്റിന് 100-200 അല്ല 200-250 വിലയുള്ളതാണ്. ഞങ്ങൾ മൊത്തത്തിൽ കൊടുക്കുമ്പോൾ 1000 രൂപയ്ക്ക് കൊടുക്കും. ഇതൊക്കെ 6-7 ഷൂട്ടാണ്. ഇത് റൈസ് ലീഫ് ഉണ്ടോ? റൈസ് ലീഫ് അവിടെ കണ്ട കലാക്കയുടെ ഒരു വെറൈറ്റി ഉണ്ട്. കലാത്തിയുടെ ഒരു വെറൈറ്റിയാണ് ഇത്. മിനിയേച്ചർ ആന്തൂറി എന്ന് പറയുന്നത് നമ്മുടെ മണി പ്ലാന്റാണ്. മണി പ്ലാന്റ് വലിയ പ്ലാന്റാണ്. പ്ലാന്റുകളുടെ വെറൈറ്റീസ് ആണ്. ഇതൊക്കെ റേറ്റ് എങ്ങനെയാണ്? 50 തൊട്ട് 100 വരെയുള്ള റേറ്റാണ്. 50 തൊട്ട് 100 വരെയൊക്കെയാണ് പ്ലാന്റുകളുടെ വെറൈറ്റി. നമ്മൾ ബിരിയാണിക്കകത്തൊക്കെ യൂസ് ചെയ്യുന്ന രമ്പ പ്ലാന്റ് ഉണ്ട്. ബിരിയാണിക്കൊക്കെ വെറൈറ്റിയാണിത്. റോസിന്റെ പല വെറൈറ്റീസാണ്. അതെ, ഇതൊക്കെ റേറ്റ് എങ്ങനെയാണ്? ഇതൊക്കെ 200 ബോട്ട്. ഇത് 100 രൂപ. 2 വെറൈറ്റീസാണ്. ഇതൊക്കെ നല്ല അജവ് വരട്ടെ. ഗാർഡൻസിൻ്റെ പൊട്ടെന്ന് വെച്ചാൽ ഇതൊക്കെ റെപ്യൂട്ടഡ് കമ്പനീസാണ്. ഇതൊക്കെ മെറ്റീരിയൽസ് നല്ലതാണ്. പറഞ്ഞ് ഇത് ആൾറെഡി